ഹലോ മൈ ലവ്സ്, പുതിയൊരു റീഡിങ്ങിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ താങ്കൾ ഏവരും എനിക്ക് തരുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഞാൻ എൻ്റെ ഹൃദയത്തിൽ തൊട്ട് നന്ദി അറിയിക്കുകയാണ്. എത്ര നന്ദി പറഞ്ഞാലും അതൊന്നും അധികമാവില്ല എന്നെനിക്കറിയാം. താങ്കൾ ഓരോരുത്തരും എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് ഈ ഒരു ചാനലിലൂടെ എനിക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നത്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഇന്ന് ഈ ഒരു റീഡിങ്ങിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് താങ്കളുടെ ഫ്യൂച്ചർ സ്പൗസിൻ്റെ അല്ലെങ്കിൽ ഫ്യൂച്ചർ സോൾമേറ്റിൻ്റെ എനർജിയാണ്. താങ്കൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്കൾക്ക് പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ID കൊടുത്തിട്ടുണ്ട്. താങ്കൾക്കതിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും മംഗളം ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശ്രീമൻ നാരായണൻ്റെ നാമത്തിൽ നമ്മൾക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. ഇത് താങ്കളുടെ ഓപ്ഷൻ ചൂസ് ചെയ്യാനുള്ള ടൈമാണ്. ഇവിടെ ഞാൻ പൈൽ നമ്പർ 1 ഓപ്ഷൻ വെച്ചിരിക്കുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഒരു ടൈഗർ ഐ ക്രിസ്റ്റലിൻ്റെ ബ്രേസ്ലെറ്റാണ്. ഈ ഒരു ക്രിസ്റ്റൽ ബ്രേസ്ലെറ്റ് താങ്കൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ താങ്കൾക്ക് ഇത് ചൂസ് ചെയ്യാവുന്നതാണ്. പൈൽ നമ്പർ 2 ഓപ്ഷൻ വെച്ചിരിക്കുന്നത് വളരെ ക്യൂട്ടായിട്ടുള്ള ഈ ഒരു പാരറ്റ് ഫെദറാണ്, തത്തയുടെ തൂവലാണ്. താങ്കൾക്ക് ഈ ഒരു തൂവലിനോട് അട്രാക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ താങ്കൾക്ക് ഇത് ചൂസ് ചെയ്യാം. എന്തു തന്നെ ആയാലും ഇൻറ്റ്യൂറ്റീവ്ലി ചൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ. ഹലോ പൈൽ നമ്പർ 1, താങ്കളുടെ റീഡിങ്ങിലേക്ക് സ്വാഗതം. താങ്കൾ ഇവിടെ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഒരു ടൈഗർ ഐ ക്രിസ്റ്റലിൻ്റെ ബ്രേസ്ലെറ്റ് ആയിരുന്നു. താങ്കളുടെ റീഡിങ്ങിലേക്ക് കടക്കാം. താങ്ക് യു സോ മച്ച്. പൈൽ നമ്പർ 1 ഫ്യൂച്ചർ സ്പൗസ് അല്ലെങ്കിൽ ഫ്യൂച്ചർ സോൾമേറ്റ് ആരാണ്, അവരുടെ എനർജി എന്താണ്, അവരെ പറ്റിയുള്ള എന്ത് ഡീറ്റെയിൽസാണ് ഡിവൈൻ ടെറോയിലൂടെ നൽകാനുള്ളത്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. താങ്ക് യു. Thank you so much. Thank you. ഓക്കെ. ഈ ഒരു കാർഡ് വരാൻ ആഗ്രഹിക്കുന്നു. Six of Wands, Knight of Pentacles, Queen of Cups, Temperance, King of Pentacles, the Death, Queen of Pentacles, Two of Wands, Seven of Swords, bottom of the deck, King of Swords. Okay. പൈൽ നമ്പർ 1, താങ്കൾ വളരെ ഇംപേഷ്യൻ്റായിട്ട് ഈ ഒരു ഫ്യൂച്ചറിലെ ഈ വ്യക്തി താങ്കളുടെ ഫ്യൂച്ചർ സ്പൗസ് അല്ലെങ്കിൽ സോൾമേറ്റ് വരാനായിട്ട് താങ്കളിലേക്ക് എത്തിച്ചേരാനായിട്ട് വളരെയധികം ഇംപേഷ്യൻസായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു ഇംപേഷ്യൻസിൻ്റെ എനർജി വളരെ സ്ട്രോങ് ആയിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. താങ്കൾ മാത്രമല്ല, ആ ഒരു വ്യക്തിയും വളരെ ഇംപേഷ്യൻ്റായിട്ട് വെയിറ്റിങ്ങിലാണ്. രണ്ടുപേരും വളരെ ഇംപേഷ്യൻസായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു വെയിറ്റിംഗ് പീരീഡ് തുടങ്ങിയിട്ട് വളരെ കാലമായിരിക്കുന്നു എന്നുള്ള ആ ഒരു എനർജി സ്ട്രോങ് ആയിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്.
താങ്കൾ ഈ ഒരു വ്യക്തി എന്ന് താങ്കളുടെ ലൈഫിലേക്ക് കടന്നു വരും എന്നോർത്ത് ആ ഒരു ഇംപേഷ്യൻ്റ് എനർജി താങ്കളുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ തന്നെയും ആ ഒരു റൈറ്റ് റിലേഷൻഷിപ്പ്, ശരിയായ വ്യക്തി താങ്കളുടെ ലൈഫിലേക്ക് കടന്നു വരാൻ വേണ്ടി എത്ര നാൾ വെയിറ്റ് ചെയ്യാനും താങ്കൾ റെഡിയാണ് എന്നുള്ള ആ ഒരു എനർജിയും എനിക്കിവിടെ സ്ട്രോങ് ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. താങ്കൾ ആഗ്രഹിക്കുന്നത് വളരെ സ്റ്റേബിളായിട്ടുള്ള, സെക്യൂർ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ്. സ്ഥിരതയുള്ള റിലേഷൻഷിപ്പ്, ലൈഫ് ലോങ് കൂടെ നിൽക്കുന്ന റിലേഷൻഷിപ്പ്, ലൈഫ് ലോങ് ഒരുമിച്ച് നിൽക്കുന്ന, ഒരുമിച്ച് ഗ്രോ ചെയ്യുന്ന, പേഴ്സണൽ സ്പേസ് തരുന്ന അത്തരത്തിലുള്ള ഒരു റിലേഷൻഷിപ്പാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്. അതിൻ്റെ റീസൺ, പാസ്റ്റിൽ താങ്കൾ റിലേഷൻഷിപ്പിൽ ആയിരുന്ന ടൈമിൽ, അതായത് താങ്കളിൽ ചിലവർ റിലേഷൻഷിപ്പിലായിരുന്ന ടൈമിൽ ഇൻകൺസിസ്റ്റൻസി ആ റിലേഷൻഷിപ്പിൽ താങ്കൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതാണ്. അതായത് ഒരു സ്ഥിരതയില്ലായ്മ, മാനിപ്പുലേഷൻ്റെ എനർജി, ഹാർട്ട് ബ്രേക്കിങ്ങിൻ്റെ എനർജിയിലൂടെ പാസ്റ്റിൽ താങ്കൾ റിലേഷൻഷിപ്പിലായിരുന്ന സമയത്ത് കടന്നു പോയിട്ടുണ്ട് എന്നുള്ള ഒരു സ്ട്രോങ് എനർജി ഇവിടെ ലഭിക്കുന്നുണ്ട്. ലൈഫ് ലോങ് കൂടെ ഉണ്ടാകുമെന്നുള്ള ആ ഒരു പ്രോമിസ് താങ്കൾക്ക് തന്നിട്ട് അത് ബ്രേക്ക് ചെയ്ത ആ ഒരു എനർജിയിലൂടെ താങ്കൾ കടന്നു പോയിട്ടുണ്ട്. ഇൻകൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ആ ഒരു എനർജിയിലൂടെ താങ്കൾ കടന്നു പോയിട്ടുള്ളതാണ്. പ്രോമിസ് ബ്രേക്ക് ചെയ്ത ആ ഒരു എനർജിയിലൂടെ താങ്കൾ കടന്നു പോയിട്ടുള്ളതാണ്. വാക്കു പാലിക്കാത്ത ആ ഒരു എനർജി, അത്തരത്തിലുള്ള റിലേഷൻഷിപ്പ് താങ്കൾ താങ്കളുടെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഫ്യൂച്ചറിൽ എൻ്റെ ലൈഫിലേക്ക് കടന്നു വരുന്ന ഒരു റിലേഷൻഷിപ്പിൽ സ്റ്റെബിലിറ്റിയും സെക്യൂരിറ്റിയും ഉണ്ടായിരിക്കണം എന്നുള്ളത് താങ്കൾക്ക് വളരെ നിർബന്ധമുള്ള കാര്യമാണ്. അതിനായിട്ട് താങ്കൾ വെയിറ്റ് ചെയ്യാനും, എത്ര നാൾ വെയിറ്റ് ചെയ്താലും സാരമില്ല, പക്ഷേ എനിക്ക് ആ ഒരു സ്റ്റേബിളായിട്ടുള്ള, സെക്യൂർ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് എൻ്റെ ലൈഫിലേക്ക് കടന്നു വരണം എന്നാണ് താങ്കൾ അതിയായിട്ട് ആഗ്രഹിക്കുന്നത്. പക്ഷേ ഈ ഒരു റിലേഷൻഷിപ്പ് കടന്നു വരാൻ താമസിക്കുന്നതനുസരിച്ച് ഇടയ്ക്കിടയ്ക്ക് ആ ഒരു ഇംപേഷ്യൻ്റ് എനർജിയും താങ്കളിലേക്ക് കടന്നു വരാറുണ്ട്. അത് മൈൻഡിൽ എപ്പോഴായിരിക്കും, എത്ര നാളായിട്ട് വെയിറ്റ് ചെയ്യുന്നു, ഇതുവരെ ആ ഒരു റിലേഷൻഷിപ്പ്, ഞാൻ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് എൻ്റെ ലൈഫിലേക്ക് കടന്നു വന്നിട്ടില്ലല്ലോ എന്നുള്ള ആ ഒരു ഇംപേഷ്യൻ്റ് എനർജിയും ഇടയ്ക്ക് താങ്കളുടെ മൈൻഡിനെ അലട്ടാറുമുണ്ട്. അതും ഇവിടെ സ്ട്രോങ് ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ താങ്കളുടെ ഫ്യൂച്ചർ സ്പൗസിൻ്റെ അല്ലെങ്കിൽ ഫ്യൂച്ചർ സോൾമേറ്റിൻ്റെ എനർജി നോക്കുമ്പോൾ എനിക്ക് സ്ട്രോങ് ആയിട്ട് കിട്ടുന്നത് നിങ്ങൾ തമ്മിൽ മിറർ ചെയ്യുന്ന എനർജിയാണ്. അതായത് താങ്കളുടെ സെയിം നേച്ചറാണ് ആ ഒരു വ്യക്തിയുടേതും എന്നുള്ള ആ ഒരു എനർജി എനിക്കിവിടെ സ്ട്രോങ് ആയിട്ട് ലഭിക്കുന്നുണ്ട്. മിറർ ചെയ്യുന്ന എനർജി, താങ്കളെ കണ്ണാടിയിൽ നോക്കുമ്പോൾ എങ്ങനെയിരിക്കും, ആ ഒരു സെയിം എനർജി, താങ്കളുടെ സെയിം നേച്ചർ ആ ഒരു വ്യക്തിയിലും താങ്കൾക്ക് കാണാൻ സാധിക്കും എന്നുള്ളത് ഇവിടെ സ്ട്രോങ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. താങ്കൾ കടന്നുപോയ സെയിം എക്സ്പീരിയൻസസിലൂടെ ആ വ്യക്തിയും കടന്നു പോയിട്ടുണ്ട് എന്നുള്ള ആ ഒരു എനർജിയും ഇവിടെ സ്ട്രോങ് ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ കണ്ടുമുട്ടി പരസ്പരം ഓരോ കാര്യങ്ങളും ഷെയർ ചെയ്യുന്ന ടൈമിൽ പാസ്റ്റിലെ ഓരോ എക്സ്പീരിയൻസസിനെ പറ്റി പരസ്പരം സംസാരിക്കുന്ന ടൈമിൽ ആ ഒരു വ്യക്തി എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസിനെ പറ്റി പറയുമ്പോൾ, ഓ ഇത് ഞാനും ഈ ഒരു എക്സ്പീരിയൻസിലൂടെ കടന്നു പോയതാണല്ലോ എന്നോർത്ത് താങ്കളും അത്ഭുതപ്പെട്ടേക്കാം. അത്തരത്തിൽ സെയിം എക്സ്പീരിയൻസസിലൂടെ നിങ്ങൾ ഇരുവരും കടന്നു പോയിട്ടുള്ള ആ ഒരു മിററിങ് എനർജി എനിക്കിവിടെ സ്ട്രോങ് ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ലൈഫിലും അല്ലെ ആ ഒരു വ്യക്തി ഇപ്പം താങ്കളുടെ ഫ്യൂച്ചർ ഹസ്ബൻഡിന് അല്ലെങ്കിൽ ഫ്യൂച്ചർ വൈഫിന് വേണ്ടിയാണ് ഇത് കാണുന്നതെങ്കിൽ ആ വ്യക്തിയുടെ ലൈഫിലും താങ്കൾ കടന്നു പോയിട്ടുള്ളതുപോലെ ആ ഒരു ഹാർട്ട് ബ്രേക്കിംഗ് എനർജി, റിലേഷൻഷിപ്പിലെ ആ ഒരു ഇൻകൺസിസ്റ്റൻ്റ് എനർജി, മാനിപ്പുലേഷൻ്റെ എനർജി ആ ഒരു വ്യക്തിയും എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതാണ് എന്നുള്ള ആ ഒരു സ്ട്രോങ് എനർജി ഇവിടെ ലഭിക്കുന്നുണ്ട്. ഈ ഒരു വ്യക്തി എനിക്കിവിടെ മെയിനായിട്ട് എർത്ത് എലമെൻറ്റിൻ്റെ, അതായത് എർത്ത് സൈൻ്റെ എനർജി സ്ട്രോങ് ആയിട്ട് ലഭിക്കുന്നുണ്ട്. ടോറസ്, വിർഗോ, കാപ്രിക്കോൺ ആ ഒരു എനർജി സ്ട്രോങ് ആയിട്ട് ലഭിക്കുന്നുണ്ട്. ഈ ഒരു വ്യക്തിയുടെ സൺ സൈൻ അല്ലെങ്കിൽ മൂൺ സൈൻ, സൂര്യരാശി അല്ലെങ്കിൽ ചന്ദ്രരാശി എർത്ത് സൈനിലായിരിക്കാം. ടോറസ്, വിർഗോ, കാപ്രിക്കോൺ ആയിരിക്കാം.
മെയിനായിട്ട് ഇവിടെ ടോറസ് എനർജി വളരെ സ്ട്രോങ് ആയിട്ട് എനിക്ക് ലഭിക്കുന്നുണ്ട്. മേ ബി ആ ഒരു മിററിങ് എനർജി ഉള്ളത് കൊണ്ട് തന്നെ താങ്കളുടെ സൺ സൈൻ അല്ലെങ്കിൽ മൂൺ സൈൻ ഈ ഒരു ടോറസ്, വെർഗോ, കാപ്രിക്കോൺ ആയിരിക്കാം. ഓക്കെ. അതുപോലെ തന്നെ താങ്കളുടെ ഫ്യൂച്ചർ സ്പൗസ് അല്ലെങ്കിൽ ഫ്യൂച്ചർ സോൾമേറ്റ് അദ്ദേഹത്തിൻ്റെ ഒരു കമ്മ്യൂണിറ്റിയിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സ് സർക്കിളിൽ, അദ്ദേഹത്തിൻ്റെ കരിയറിൽ അത്യാവശ്യം അറിയപ്പെടുന്ന വ്യക്തിയായിരിക്കും. ആ ഒരു വ്യക്തിയുടെ ഏത് ഫീൽഡിലാണോ ആ ഒരു ഫീൽഡിൽ അദ്ദേഹം അറിയപ്പെടുന്ന വ്യക്തിയായിരിക്കും. അതിപ്പം സ്ത്രീ ആയാലും പുരുഷനായാലും ആ ഒരു നെയിമിൻ്റെ, ഫെയിമിൻ്റെ എനർജി വളരെ സ്ട്രോങ് ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ താങ്കളെപ്പോലെ തന്നെ ഒരു മിററിങ് എനർജി ഉള്ളത് കൊണ്ട് തന്നെ സ്റ്റേബിളായിട്ടുള്ള, സെക്യൂർ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ് ആ ഒരു വ്യക്തിയും തൻ്റെ ലൈഫിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നത്. ഈ കാണുന്നത് ഫീമെയിൽസാണ്. താങ്കളുടെ ഫ്യൂച്ചർ ഹസ്ബൻഡിന് വേണ്ടിയാണ് ഈ ഒരു റീഡിങ് കാണുന്നത് എങ്കിൽ അദ്ദേഹം വളരെ പ്രൊട്ടക്റ്റീവാണ്. അതായത് താങ്കളുടെ ഫാമിലിയെ, താങ്കളെ, കുടുംബത്തെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ആ ഒരു എനർജി, ആ ഒരു മാസ്കുലിൻ്റെ ആ ഒരു പ്രൊട്ടക്ഷൻ്റെ എനർജി വളരെ സ്ട്രോങ് ആയിട്ട് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. വളരെ പ്രൊട്ടക്റ്റീവാണ്. താങ്കളെ വളരെയധികം പ്രൊട്ടക്റ്റ് ചെയ്യുന്ന നേച്ചറായിരിക്കും അദ്ദേഹത്തിൻ്റേത്. ഇപ്പം ആരെങ്കിലും താങ്കളെ എന്തെങ്കിലും പറഞ്ഞാൽ താങ്കളെ പ്രൊട്ടക്റ്റ് ചെയ്ത് തന്നെ ആ ഒരു വ്യക്തി താങ്കളുടെ കൂടെ നിൽക്കും. ആ ഒരു എനർജി ഇവിടെ സ്ട്രോങ് ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു റീഡിങ് കാണുന്നത് മെയിലാണ്. താങ്കളുടെ ഫ്യൂച്ചർ വൈഫിന് വേണ്ടിയാണ് ഇത് കാണുന്നത് എങ്കിൽ ആ ഒരു വ്യക്തി സേവിങ്സിൻ്റെ എനർജിയിൽ വളരെയധികം പ്രാവീണ്യമുള്ള വ്യക്തിയായിരിക്കും. അതായത് മണി എനർജിയൊക്കെ സേവ് ചെയ്യുക, അതിലൊക്കെ വളരെ നല്ല രീതിയിൽ മണി എനർജിയൊക്കെ സേവ് ചെയ്യാൻ താങ്കളുടെ ഫ്യൂച്ചർ വൈഫിന് സാധിക്കും. ആ ഒരു എനർജി എനിക്കിവിടെ സ്ട്രോങ് ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് ഭാവിയിൽ ആ ഒരു മണി എനർജി, ഭാവിയിൽ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി യൂസ് ചെയ്യാനായിട്ട്, അത് സേവ് ചെയ്യാനൊക്കെ നല്ല രീതിയിൽ ആ വ്യക്തിക്ക് സാധിക്കും. അത്തരത്തിലുള്ള ആ ഒരു എനർജി എനിക്കിവിടെ സ്ട്രോങ് ആയിട്ട് ലഭിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മിസ്റ്റീരിയസ് എനർജി എനിക്കിവിടെ സ്ട്രോങ് ആയിട്ട് ലഭിക്കുന്നുണ്ട്. ഈ ഒരു 6 ഓഫ് വാണ്ടിൽ നിന്നായിക്കോട്ടെ, ക്യൂൻ ഓഫ് കപ്പിൽ നിന്നായിക്കോട്ടെ, താങ്കളുടെ ഫ്യൂച്ചർ സ്പൗസ് അല്ലെങ്കിൽ ഫ്യൂച്ചർ സോൾമേറ്റ് ഒരു മിസ്റ്റീരിയസ് നേച്ചറുള്ള വ്യക്തിയുമാണ് എന്നുള്ള ആ ഒരു എനർജി സ്ട്രോങ് ആയിട്ട് ലഭിക്കുന്നുണ്ട്. എല്ലാവരുടെയും മുന്നിൽ ഓപ്പൺ ആവില്ല. താങ്കളും അതേ സെയിം നേച്ചറാണ് എന്നെനിക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഫീലിംഗ് ലഭിക്കുന്നുണ്ട്. കാരണം ആ മിററിങ് എനർജി ഉള്ളത് കൊണ്ട് തന്നെ എല്ലാവരുടെയും മുന്നിൽ ഓപ്പൺ ആവില്ല. ഇവിടെ ക്യൂൻ ഓഫ് കപ്സിൻ്റെ എനർജി നോക്കുകയാണെങ്കിൽ ഇവിടെ ഈ ഒരു കപ്പ് അടച്ചു വച്ചിരിക്കുകയാണ്. എല്ലാവരുടെയും മുന്നിൽ തൻ്റെ ഹൃദയം തുറന്ന് കാണിക്കില്ല. ആരാണോ ഡിസേർവ് ചെയ്യുന്നത് അവരുടെ മുന്നിൽ മാത്രമേ ഹൃദയം തുറന്ന് കാണിക്കൂ ക്യൂൻ ഓഫ് കപ്സ്. ആ സെയിം എനർജി എല്ലാവരുടെയും മുന്നിൽ ആ ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യില്ല എന്നുള്ള എനർജി ഇവിടെ സ്ട്രോങ് ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ 6 ഓഫ് വാണ്ടിൻ്റെ എനർജി നോക്കുകയാണെങ്കിൽ ഈ ഒരു ഹോഴ്സിനെ ഒരു തുണി വെച്ച് മറച്ചിട്ടിരിക്കുകയാണ്. ഈ ഒരു ഹോഴ്സിൻ്റെ ആ ഒരു എനർജിയെ തുണി വെച്ച് മറച്ചിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു മിസ്റ്റീരിയസ് എനർജി നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. എല്ലാവരുടെയും മുന്നിൽ തുറന്ന് കാണിക്കാത്ത, അതായത് അത്യാവശ്യം ഒരു ഇൻട്രോവേർട്ട് സൈഡ്, ആ ഒരു എനർജി ഇവിടെ സ്ട്രോങ് ആയിട്ട് ലഭിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ താങ്കളുടെ ഫ്യൂച്ചർ സ്പൗസ് വളരെ ഇൻറ്റ്യൂറ്റീവാണ് എന്നുള്ള ആ ഒരു എനർജിയും ഇവിടെ സ്ട്രോങ് ആയിട്ട് ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തി താങ്കളുടെ ഫ്യൂച്ചർ സ്പൗസിൻ്റെ അല്ലെങ്കിൽ സോൾമേറ്റിൻ്റെ മുന്നിൽ വന്ന് നിന്ന് മാനിപ്പുലേഷൻ്റെ എനർജിയിലിരുന്ന് എന്തെങ്കിലും കള്ളം പറയുകയാണ് എങ്കിൽ താങ്കളുടെ ഫ്യൂച്ചർ സ്പൗസിന് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും അയാൾ പറയുന്നത് കള്ളമാണ്, അതിൽ ഒരു സത്യവുമില്ല, ഈ ഒരു വ്യക്തി മാനിപ്പുലേഷൻ്റെ എനർജിയിലിരുന്നാണ് സംസാരിക്കുന്നത് എന്ന് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ താങ്കളുടെ ഫ്യൂച്ചർ സ്പൗസിന് അല്ലെങ്കിൽ ഫ്യൂച്ചർ സോൾമേറ്റിന് സാധിക്കും. അതിൻ്റെ റീസൺ താങ്കളുടെ ഫ്യൂച്ചർ സ്പൗസ് അദ്ദേഹത്തിൻ്റെ ഇൻറ്റ്യൂഷൻ പവറുമായിട്ട് വളരെയധികം കണക്റ്റഡ് ആണ്. അതോടൊപ്പം തന്നെ ഹൈലി സ്പിരിച്വലുമാണ് എന്നുള്ള ആ ഒരു എനർജിയും സ്ട്രോങ് ആയിട്ട് ലഭിക്കുന്നുണ്ട്.
നമ്മൾക്ക് മുകളിൽ നമ്മളെ നയിക്കുന്ന പവിത്രമായ എനർജീസിൽ, ആ ഒരു ഡിവൈൻ എനർജീസിൽ വളരെയധികം വിശ്വസിക്കുന്നുണ്ട്. ആ ഡിവൈൻ എനർജിയെ മറന്ന് തങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസ് അല്ലെങ്കിൽ ഫ്യൂച്ചർ സോൾമേറ്റ് ഒന്നും തന്നെ ചെയ്യാറില്ല, കർമ്മയിൽ വിശ്വസിക്കുന്ന വ്യക്തിയാണ് എന്നുള്ളത് വളരെ സ്ട്രോങ് ആയിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, അതോടൊപ്പം തന്നെ നിങ്ങൾ ഇരുവരും യൂണിയനിൽ വന്നതിന് ശേഷം നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ഹാപ്പിനെസ് ഉണ്ടാകും എന്നുള്ളതും എനിക്കിവിടെ സ്ട്രോങ് ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ ഡിവൈൻ കൗണ്ടർ പാർട്സിൻ്റെ എനർജീസ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കിങ് ഓഫ് പെൻറ്റിക്കിൾ ആൻഡ് ക്യൂൻ ഓഫ് പെൻറ്റിക്കിൾ ഡിവൈൻ കൗണ്ടർ പാർട്ടാണ്. സെയിം എനർജി, ആ ഒരു മിററിങ് എനർജി ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഞാൻ ഫസ്റ്റ് പറഞ്ഞതുപോലെ ഇവിടെയും ആ ഒരു മിററിങ് എനർജി കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ ഇരുവരും വളരെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകുന്നത്, നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് അബാൻഡൻസിൻ്റെ എനർജി നിങ്ങൾക്ക് ഒരുമിച്ച് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നതുമൊക്കെ എനിക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആ ഒരു യൂണിയനിൽ വന്നതിന് ശേഷം മണി എനർജിക്ക് യാതൊരു കുറവും ഉണ്ടാവില്ല. വളരെ സ്റ്റേബിളായിട്ടുള്ള ലക്ഷൂറിയസ് ആയിട്ടുള്ള ഒരു ലൈഫ് താങ്കൾക്ക് ഇരുവർക്കും ജീവിക്കാൻ സാധിക്കും എന്നുള്ള എനർജി എനിക്കിവിടെ സ്ട്രോങ് ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ താങ്കളുടെ ഫ്യൂച്ചർ സ്പൗസ് ചാരിറ്റിയിൽ വിശ്വസിക്കുന്ന വ്യക്തിയാണ്. അതായത് പണമില്ലാത്തവരെ സഹായിക്കണം, ഹെൽപ്പ് ചെയ്യണം. ആ ഒരു മണി എനർജി നമുക്ക് നൽകുന്നത് മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാനും കൂടിയാണ് എന്നുള്ള ആ ഒരു വിസ്ഡം താങ്കളുടെ ഫ്യൂച്ചർ സ്പൗസിന്, ഫ്യൂച്ചർ സോൾമേറ്റിനുണ്ട് എന്നുള്ള ആ ഒരു എനർജിയും എനിക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ വിത്ത് ഡെത്ത് കാർഡ് നിങ്ങൾ ഇരുവരും യൂണിയനിൽ വന്നതിന് ശേഷം നിങ്ങളുടെ ലൈഫിൽ, നിങ്ങൾ ഇരുവരുടെയും ലൈഫിൽ ഒരുപാട് ഗ്രോത്ത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. ആ ഒരു എനർജി എനിക്കിവിടെ സ്ട്രോങ് ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു ഡെത്ത് കാർഡിലെ ഫ്ലാഗിൽ ഫ്ലവറിലാണ് എൻ്റെ കണ്ണ് ഉടക്കുന്നത്. ഫ്ലവർ എപ്പോഴും ഗ്രോത്തിനെയാണ് കാണിക്കുന്നത്. നിങ്ങൾ ഇരുവരും യൂണിയനിൽ വന്നതിന് ശേഷം നിങ്ങളുടെ ലൈഫിൽ എല്ലാ ഏരിയയിലും ഗ്രോത്ത്, അതിപ്പോൾ പേഴ്സണൽ ലൈഫിലായിക്കോട്ടെ പ്രൊഫഷണൽ ലൈഫിലായിക്കോട്ടെ എല്ലാ ഏരിയയിലും ആ ഒരു ഗ്രോത്തിൻ്റെ എനർജി, ബ്ലൂം ചെയ്യുന്ന എനർജി എക്സ്പീരിയൻസ് ചെയ്യാൻ നിങ്ങൾക്ക് ഇരുവർക്കും സാധിക്കും. ആ ഒരു എനർജി ഇവിടെ സ്ട്രോങ് ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ താങ്കളുടെ ഫ്യൂച്ചർ സ്പൗസിന്, ഫ്യൂച്ചർ സോൾമേറ്റിന് യാത്രകൾ ചെയ്യാൻ ഒരുപാട് ഇഷ്ടമാണ്. താങ്കൾക്കും യാത്രകൾ ചെയ്യാൻ ഒരുപാട് ഇഷ്ടമാണ് എന്നുള്ള ആ ഒരു എനർജിയും എനിക്കിവിടെ ലഭിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ ഇരുവരുടെയും ഇടയിൽ ഒരു മിററിങ് എനർജി ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങളുടെ ഇരുവരുടെയും ഇഷ്ടവും സെയിം ആയിരിക്കും പല കാര്യങ്ങളിലും. ഓക്കെ, ഒരുമിച്ച് യാത്ര ചെയ്യണം, ഒരുമിച്ച് സ്ഥലങ്ങൾ കാണണം. അതിപ്പം ഇന്ത്യയിലുള്ളതാകാം അല്ലെങ്കിൽ വേൾഡ് ഫുള്ളാകാം. ഈ ഒരു 2 ഓഫ് വാണ്ടിൽ ഈ ഒരു ഫിഗറിൻ്റെ കയ്യിലിരിക്കുന്നത് വേൾഡാണ്. ഒരു ഗ്ലോബിൻ്റെ എനർജിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ആ വേൾഡ് ഫുള്ള് കാണണം, അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന സ്ഥലങ്ങളൊക്കെ കാണണം, ഒരുമിച്ച് യാത്ര ചെയ്യണം. ഒറ്റയ്ക്ക് യാത്ര ചെയ്യണം എന്നല്ല, ആ ഒരു ഒരുമിച്ച് നിങ്ങൾ ഇരുവരും യൂണിയനിൽ വന്നതിന് ശേഷം ഒരുമിച്ച് സ്ഥലങ്ങൾ കാണണം എന്ന് വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. ആ ഒരു എനർജി ഇവിടെ സ്ട്രോങ് ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അതോടൊപ്പം ബോട്ടം ഓഫ് ദി ഡെക്കിൽ കിങ് ഓഫ് സോഡാണ് വന്നിരിക്കുന്നത്. വളരെ ജെനുവിനാണ്, വളരെ സത്യസന്ധമായിട്ടുള്ള ആ ഒരു എനർജിയിലിരിക്കുന്ന വ്യക്തിയാണ് താങ്കളുടെ ഫ്യൂച്ചർ സ്പൗസ്. മാനിപ്പുലേഷൻ്റെ എനർജി, കറപ്ഷൻ്റെ എനർജി, കള്ളത്തരത്തിൻ്റെ എനർജി ഈ ഒരു വ്യക്തിക്ക് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കുന്നതല്ല, ദഹിക്കുന്നതല്ല. വളരെ ജെനുവിനായിട്ടുള്ള സത്യം പറയണം, സത്യത്തിൻ്റെ ആ ഒരു പാതയിൽ സഞ്ചരിക്കണം എന്നാഗ്രഹിക്കുന്ന വ്യക്തിയാണ് താങ്കളുടെ ഫ്യൂച്ചർ സ്പൗസ്. ഓക്കെ, അതോടൊപ്പം തന്നെ വളരെ ഇൻ്റലിജൻ്റാണ്. ആ ഒരു എനർജിയും ഇവിടെ സ്ട്രോങ് ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അതോടൊപ്പം കമ്മ്യൂണിക്കേഷൻ പവറും വളരെ സ്ട്രോങ് ആണ്. അതായത് മറ്റുള്ളവരോട് നല്ല രീതിയിൽ പറയാനുള്ള കാര്യം വ്യക്തതയോടുകൂടി തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ആ ഒരു എബിലിറ്റിയും താങ്കളുടെ ഫ്യൂച്ചർ സ്പൗസിന്, ഫ്യൂച്ചർ സോൾമേറ്റിനുണ്ട് എന്നുള്ള ആ ഒരു എനർജിയും ഇവിടെ എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. വളരെ ഇൻ്റലിജൻ്റാണ്. അതോടൊപ്പം തന്നെ ഗുഡ് ലിസണറുമാണ്. മറ്റുള്ളവരെ കേൾക്കാനുള്ള ആ ഒരു മനസ്സുണ്ട്. നല്ല നല്ല അഡ്വൈസ്
നൽകാനും ആ ഇൻ്റലിജൻസിൻ്റെ എനർജി ഉള്ളത് കൊണ്ട് തന്നെ വളരെ ലോജിക്കലായിട്ട് വളരെ പ്രാക്ടിക്കലായിട്ട് ഇപ്പം ലൈഫിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്നാൽ വളരെ ലോജിക്കലായിട്ട് പ്രാക്ടിക്കലായിട്ടുള്ള വളരെ നല്ല നല്ല അഡ്വൈസ് മറ്റുള്ളവർക്ക് കൊടുക്കുവാനും താങ്കളുടെ ഫ്യൂച്ചർ സ്പൗസിന് സോൾമേറ്റിന് സാധിക്കും. ആ ഒരു എനർജിയും ഇവിടെ സ്ട്രോങ് ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ആ ഒരു കരിയറിലാണ് താങ്കളുടെ ഫ്യൂച്ചർ സ്പൗസ് ഇരിക്കുന്നത് എന്നുള്ളതും എനിക്കിവിടെ സ്ട്രോങ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ചിലരിവിടെ ഗവൺമെൻറ് സെക്ടറിലാണ് വർക്ക് ചെയ്യുന്നത്, 9 to 5 ജോബ്. ആ ഒരു എനർജി സ്ട്രോങ് ആയിട്ട് ലഭിക്കുന്നുണ്ട്. ഗവൺമെൻറ് സെക്ടറിൻ്റെ എനർജി, ഗവൺമെൻറ് സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ആ ഒരു എനർജി സ്ട്രോങ് ആയിട്ട് ഇവിടെ ലഭിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ എൻട്രപ്രനേഴ്സിൻ്റെ എനർജി, ആ CEO ഹയസ്റ്റ് പൊട്ടൻഷ്യൽ അതോറിറ്റിയിലിരിക്കുന്ന ആ ഒരു എനർജിയും എനിക്കിവിടെ സ്ട്രോങ് ആയിട്ട് ലഭിക്കുന്നുണ്ട്. ഓക്കെ, ഈ 2 എനർജിയും ഇവിടെ സ്ട്രോങ് ആയിട്ട് ലഭിക്കുന്നുണ്ട്. ഓക്കെ, പൈൽ നമ്പർ 1, ഇത്രയൊക്കെയാണ് താങ്കളുടെ ഫ്യൂച്ചർ സ്പൗസിനെ പറ്റി, ഫ്യൂച്ചർ സോൾമേറ്റിനെ പറ്റി എനിക്ക് ചാനൽ ചെയ്യാൻ സാധിച്ചിട്ടുള്ള മെസ്സേജ്. ഈ ഒരു റീഡിംഗ് താങ്കളുമായിട്ട് റെസനേറ്റ് ആയി എന്ന് വിചാരിക്കുന്നു. റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. കമൻറ്റ് ബോക്സിൽ താങ്കളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. പുതിയൊരു റീഡിങ്ങുമായി കാണുന്നവരേക്കും ബൈ. ഹലോ, പൈൽ നമ്പർ 2, താങ്കളുടെ റീഡിങ്ങിലേക്ക് സ്വാഗതം. താങ്കളിവിടെ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് വളരെ ക്യൂട്ടായിട്ടുള്ള ഈ ഒരു പാരറ്റ് ഫെദർ, തത്തയുടെ തൂവലായിരുന്നു. താങ്കളുടെ റീഡിങ്ങിലേക്ക് കടക്കാം. ഓക്കെ, താങ്ക് യു. പൈൽ നമ്പർ 2വിൻ്റെ ഫ്യൂച്ചർ സ്പൗസ് അല്ലെങ്കിൽ ഫ്യൂച്ചർ സോൾമേറ്റ് ആരാണ്? പൈൽ നമ്പർ 2വിൻ്റെ ഫ്യൂച്ചർ സ്പൗസ് അല്ലെങ്കിൽ ഫ്യൂച്ചർ സോൾമേറ്റിൻ്റെ എനർജി എന്താണ് ഡിവൈൻ ടെറോയിലൂടെ പൈൽ നമ്പർ 2വിൻ്റെ ഫ്യൂച്ചർ സ്പൗസിനെ പറ്റി, ഫ്യൂച്ചർ സോൾമേറ്റിനെ പറ്റി നൽകാനുള്ള മെസ്സേജസ്? താങ്ക് യു സോ മച്ച്. താങ്ക് യു. Okay. The Emperor, the World, Knight of Cups, the Star, King of Swords, Ten of Wands, Seven of Pentacles, the Devil, Two of Swords. Okay. Bottom of the deck, Eight of Pentacles. പൈൽ നമ്പർ 2വിൻ്റെ ഫ്യൂച്ചർ സ്പൗസ് അല്ലെങ്കിൽ ഫ്യൂച്ചർ സോൾമേറ്റ് വളരെ ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ഒരു വ്യക്തിയാണ് എന്ന് ഇവിടെ സ്ട്രോങ് ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ആ ലീഡർഷിപ്പ് ക്വാളിറ്റിയുടെ എനർജി
വളരെ സ്ട്രോങ് ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. മറ്റുള്ളവരെ ലീഡ് ചെയ്യാനും മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യാനും നയിക്കാനുള്ള ലീഡ് ചെയ്യാനുള്ള ആ ഒരു കഴിവ് താങ്കളുടെ ഫ്യൂച്ചർ സ്പൗസിന്, ഫ്യൂച്ചർ സോൾമേറ്റിന് വളരെ നല്ല രീതിയിലുണ്ട് എന്നിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ പൈൽ നമ്പർ 2 ഫ്യൂച്ചർ സ്പൗസിൻ്റെ സോഡിയാക് സൈൻ്റെ എനർജി നോക്കുമ്പോൾ, സൂര്യരാശിയുടെ ചന്ദ്രരാശിയുടെ എനർജി നോക്കുമ്പോൾ 12 രാശികളുടെ എനർജിയും എനിക്ക് ലഭിക്കുന്നുണ്ടെങ്കിലും ഏരീസിൻ്റെ എനർജി കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ട് ലഭിക്കുന്നുണ്ട്. ഏരീസിൻ്റെ എനർജി വളരെ സ്ട്രോങ് ആയിട്ട് ലഭിക്കുന്നുണ്ട്. ഏരീസിൻ്റെ മേഡം രാശിയുടെ പ്രത്യേകത എന്താണ്? മറ്റുള്ളവരെ ലീഡ് ചെയ്യാനുള്ള എബിലിറ്റി, ആ ഒരു ക്വാളിറ്റി ഉണ്ട് ഏരീസിന്. ആ ഒരു എനർജി ഇവിടെ സ്ട്രോങ് ആയിട്ട് ലഭിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ താങ്കളുടെ ഫ്യൂച്ചർ സ്പൗസിൻ്റെ ആത്മകാരകൻ ചൊവ്വയായിരിക്കാനുള്ള ആ ഒരു പോസിബിലിറ്റിയും കൂടുതലാണ്. ആ ഒരു എനർജിയും എനിക്കിവിടെ ലഭിക്കുന്നുണ്ട്. പൈൽ നമ്പർ 2 ഫ്യൂച്ചർ സ്പൗസ്, അതിപ്പം സ്ത്രീ ആയാലും പുരുഷനായാലും ആ ഒരു വ്യക്തിയുടെ മാസ്കുലിൻ സൈഡ് കുറച്ചുകൂടെ ആക്റ്റീവായിരിക്കും. ആ ഒരു വ്യക്തിയുടെ ഫെമിനിൻ സൈഡിനെക്കാട്ടിലും മാസ്കുലിൻ സൈഡ് കുറച്ചുകൂടെ ആക്റ്റീവായിരിക്കും എന്നുള്ള ആ ഒരു എനർജിയും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. പൈൽ നമ്പർ 2 ഫ്യൂച്ചർ സ്പൗസിന് അല്ലെങ്കിൽ ഫ്യൂച്ചർ സോൾമേറ്റിന് എപ്പോഴും ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടിരിക്കാനാണ് ഇഷ്ടം. വെറുതെ ഇരിക്കുന്നത് ഈ ഒരു വ്യക്തിക്ക് തീരെ ഇഷ്ടമുള്ള കാര്യമല്ല. എപ്പോഴും എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം, എപ്പോഴും ആക്റ്റീവായിട്ടിരിക്കണം. ആക്റ്റീവ് എനർജിയിലിരിക്കാനാണ് ഈ ഒരു വ്യക്തിക്ക് കൂടുതൽ ഇഷ്ടം. വെറുതെ ഇരിക്കുന്നത് ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് നരകതുല്യമായിട്ടുള്ളൊരു കാര്യമാണ്. വെറുതെ ഇരിക്കുമ്പോൾ ഈ ഒരു വ്യക്തി മൂഡിയാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ആ മൂഡ് സ്വിങ്സിൻ്റെ എനർജി, ആ ഒരു എനർജിയിലേക്ക് പോകാനുള്ള ആ ഒരു സാധ്യത വളരെ കൂടുതലാണ്. എപ്പോഴും എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കാൻ ഈ ഒരു വ്യക്തിക്ക് വളരെ ഇഷ്ടമാണ് എന്നിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ആ ഒരു എനർജി ഇവിടെ സ്ട്രോങ് ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ താങ്കളുടെ ഫ്യൂച്ചർ സ്പൗസ് വളരെ ഷോർട്ട് ടെമ്പേർഡാണ്. ആ ഒരു എനർജിയും സ്ട്രോങ് ആയിട്ട് ലഭിക്കുന്നുണ്ട്. പെട്ടെന്ന് ദേഷ്യം വരുന്ന കൂട്ടത്തിലാണ്. പെട്ടെന്ന് ദേഷ്യം വരികയും അതുപോലെ തന്നെ പെട്ടെന്ന് തണുക്കുകയും ചെയ്യുന്ന ആ ഒരു നേച്ചറാണ് താങ്കളുടെ ഫ്യൂച്ചർ സ്പൗസിൻ്റേത്, ഫ്യൂച്ചർ സോൾമേറ്റിൻ്റേത്. ആ ഒരു എനർജി ഇവിടെ സ്ട്രോങ് ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. താങ്കളുടെ ഫ്യൂച്ചർ സ്പൗസിനെ പുറമേ നിന്ന് നോക്കുമ്പോൾ കുറച്ച് റൂഡാണ്, കുറച്ച് ദേഷ്യം, ആ ഒരു ക്ഷിപ്രകോപി ടൈപ്പാണെന്ന് തോന്നാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഈ ഒരു വ്യക്തിയുടെ ഉള്ളു വളരെ നിർമ്മല ഹൃദയം എന്നൊക്കെ നമ്മൾ പറയില്ലേ, ആ ടൈപ്പ് ഓഫ് എനർജിയാണ്. വളരെ ശുദ്ധ ഹൃദയമുള്ള വ്യക്തിയാണ്. പുറമേ നിന്ന് നോക്കുമ്പോൾ കുറച്ച് റൂഡാണ്, കുറച്ച് റഫ് ആൻഡ് ടഫാണെന്ന് നമുക്ക് തോന്നിയാലും ഉള്ളുകൊണ്ട് വളരെ ശുദ്ധമായിട്ടുള്ളൊരു നേച്ചറാണ് താങ്കളുടെ ഫ്യൂച്ചർ സ്പൗസിൻ്റേത് എന്നിവിടെ സ്ട്രോങ് ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അതുമാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഈ ഒരു വ്യക്തി ഈ വ്യക്തിയുടെ ഇമോഷണൽ സൈഡ് എല്ലാവർക്കും മുന്നിൽ തുറന്ന് കാണിക്കാറില്ല. ഇവിടെ എംപററാണ് വന്നിരിക്കുന്നത്. എംപററിൻ്റെ എനർജി എന്താണ്? എംപറർ ആരാണ്? ചക്രവർത്തിയാണ്. ഒരു ചക്രവർത്തി തൻ്റെ ഇമോഷണൽ സൈഡ് ചക്രവർത്തിനിക്ക് മുന്നിൽ, എംപറസിൻ്റെ മുന്നിൽ മാത്രമാണ് തുറന്ന് കാണിക്കുക. അതായത് തൻ്റെ പാർട്ട്ണറിന് മുന്നിൽ മാത്രമാണ് തുറന്ന് കാണിക്കുക. അതുകൊണ്ട് തന്നെ താങ്കളുടെ ഫ്യൂച്ചർ സ്പൗസ് അല്ലെങ്കിൽ സോൾമേറ്റ് താങ്കൾക്ക് മുന്നിൽ ആ വ്യക്തിയുടെ ഇമോഷണൽ സൈഡ് തുറന്ന് കാണിക്കുക തന്നെ ചെയ്യും. ആ വ്യക്തിയുടെ ഹൃദയം എത്രത്തോളം ശുദ്ധമാണ് എന്നുള്ളത് താങ്കൾക്ക് നന്നായിട്ട് അറിയാൻ സാധിക്കും. താങ്കളുടെ മുന്നിൽ മാത്രമാണ് ഈ ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇമോഷണൽ സൈഡ്, ആ ഒരു ഹൃദയം തുറന്ന് കാണിക്കുക. ആ ഒരു എനർജി ഇവിടെ സ്ട്രോങ് ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ വിത്ത് ദി വേൾഡ് കാർഡ് ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിൻ്റെ ആ ഒരു എനർജിയും എനിക്കിവിടെ സ്ട്രോങ് ആയിട്ട് ലഭിക്കുന്നുണ്ട്. താങ്കളുടെ ഫ്യൂച്ചർ സ്പൗസ് അല്ലെങ്കിൽ സോൾമേറ്റ് താങ്കളിൽ നിന്ന് ദൂരെ ആയിരിക്കും. ആ ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിൻ്റെ എനർജി വളരെ സ്ട്രോങ് ആയിട്ട് ലഭിക്കുന്നുണ്ട്. ഒന്നെങ്കിൽ ഈ ഒരു വ്യക്തി താങ്കളുടെ ഫ്യൂച്ചർ സ്പൗസ് വർക്കിൻ്റെ ഭാഗമായിട്ട് മറ്റൊരു സ്റ്റേറ്റിലായിരിക്കാം, അല്ലെങ്കിൽ മറ്റൊരു കൺട്രിയിലായിരിക്കാം. ആ ഒരു എനർജി സ്ട്രോങ് ആയിട്ട് ലഭിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇദ്ദേഹം മറ്റൊരു കൺട്രിയിൽ നിന്നുമുള്ളതായിരിക്കാം. ആ ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിൻ്റെ എനർജി വളരെ സ്ട്രോങ് ആയിട്ട് ഇവിടെ ലഭിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ വ്യക്തിക്ക് ഫ്രീഡം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് അദ്ദേഹത്തിൻ്റെ ആ ഒരു പേഴ്സണൽ ഫ്രീഡം അദ്ദേഹത്തിനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് ഭംഗം വരുന്നത് അദ്ദേഹത്തിന് സഹിക്കാൻ കഴിയുന്ന കാര്യമല്ല. ഈ ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ഫ്രീഡം നഷ്ടപ്പെടുന്നത് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. ഫ്രീഡം ഈ വ്യക്തിയെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
എന്നുള്ള ആ ഒരു എനർജി സ്ട്രോങ് ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ എനിക്ക് നമ്പർ 5ൻ്റെ എനർജി വളരെ സ്ട്രോങ് ആയിട്ട് ലഭിക്കുന്നുണ്ട്. താങ്കളുടെ ഫ്യൂച്ചർ സ്പൗസിൻ്റെ അല്ലെങ്കിൽ ഫ്യൂച്ചർ സോൾമേറ്റിൻ്റെ ഡെസ്റ്റിനി നമ്പർ അല്ലെങ്കിൽ മൂലാങ്കം നമ്പർ 5 ആവാനുള്ള ആ ഒരു പോസിബിലിറ്റി വളരെ സ്ട്രോങ് ആയിട്ട് എനിക്കിവിടെ ലഭിക്കുന്നുണ്ട്. ആ ഒരു എനർജി നമ്പർ 5ൻ്റെ എനർജി വളരെ സ്ട്രോങ് ആയിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, താങ്കളുടെ ഫ്യൂച്ചർ സ്പൗസിൻ്റെ ആ ഒരു എനർജി പുറമേ നിന്ന് നോക്കുമ്പോൾ റഫ് ആൻഡ് ടഫായിട്ട് നമ്മൾക്ക് തോന്നുമെങ്കിലും വിത്ത് ദി നൈറ്റ് ഓഫ് കപ്സ് ഈ ഒരു വ്യക്തി വളരെ ഹമ്പിളാണ്. അതോടൊപ്പം തന്നെ വളരെ റൊമാൻറ്റിക്കുമാണ്. ആ ഒരു ഹമ്പിൾ നേച്ചർ നമുക്കിവിടെ ഈ ഒരു നൈറ്റ് ഓഫ് കപ്പിൽ നിന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഹോഴ്സ് എനർജി, കുതിര വളരെ തല കുനിച്ചാണ് നിൽക്കുന്നത്, വളരെ ഹമ്പിളായിട്ടാണ് നിൽക്കുന്നത്, വളരെ കാം ആൻഡ് ക്വയറ്റായിട്ടാണ് നിൽക്കുന്നത്. ഓക്കെ, ആ ഒരു ഹമ്പിൾ നേച്ചറാണ് ഇവിടെ ഇതിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ ആ ഒരു റൊമാൻറ്റിക് സൈഡും കാണാൻ സാധിക്കുന്നുണ്ട്. ഈ വ്യക്തി ഈ ഒരു റൊമാൻറ്റിക് സൈഡ് താങ്കൾക്ക് മുന്നിൽ മാത്രമേ ഷോ ചെയ്യുകയുള്ളൂ. ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു, ഒരു എംബറസിൻ്റെ മുന്നിൽ മാത്രമാണ് ആ ഒരു ഇമോഷണൽ സൈഡ് തുറന്ന് കാണിക്കുന്നത് എന്ന്. അപ്പോൾ ഈ ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ള ഈ ഒരു വശം, ഈ ഒരു വ്യക്തിയുടെ റൊമാൻറ്റിക് ആയിട്ടുള്ള വശം താങ്കൾക്ക് മുന്നിൽ മാത്രമേ റിവീൽ ചെയ്യുകയുള്ളൂ. ഓക്കെ, ആ ഒരു എനർജി ഇവിടെ സ്ട്രോങ് ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. വിത്ത് ദി സ്റ്റാർ കാർഡ് ഈ വ്യക്തി കുറച്ച് പോപ്പുലർ ആയിരിക്കും എന്നുള്ള ആ ഒരു എനർജി, സ്റ്റാർഡമിൻ്റെ എനർജി ഇവിടെ സ്ട്രോങ് ആയിട്ട് ലഭിക്കുന്നുണ്ട്. പോപ്പുലാരിറ്റിയുടെ, നെയിമിൻ്റെ, ഫെയിമിൻ്റെ എനർജി, ഈ ഒരു നെയിം ഫെയിം എനർജി എനിക്ക് പൈൽ നമ്പർ 1 ലഭിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ പൈൽ നമ്പർ 2 കുറച്ചുകൂടെ ബിഗ് പിക്ചറാണ്, ബിഗർ ലെവലിലെ ആ ഒരു നെയിം ഫെയിം എനർജിയാണ് കാണാൻ സാധിക്കുന്നത്. താങ്കളുടെ ഫ്യൂച്ചർ സ്പൗസ് അല്ലെങ്കിൽ ഫ്യൂച്ചർ സോൾമേറ്റ് ഒന്നെങ്കിൽ അറിയപ്പെടുന്ന ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറോ അല്ലെങ്കിൽ നല്ലൊരു യൂട്യൂബറോ, അറിയപ്പെടുന്ന ആ ഒരു നല്ല ഒരു ഫോളോവേഴ്സ് ഉള്ള ഒരു വ്യക്തി ആയിരിക്കും എന്നുള്ള ആ ഒരു എനർജി ഇവിടെ സ്ട്രോങ് ആയിട്ട് ലഭിക്കുന്നുണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു, ലീഡ് ചെയ്യാനുള്ള, മറ്റുള്ളവരെ ലീഡ് ചെയ്യാനുള്ള ആ ഒരു ക്വാളിറ്റി ഉണ്ട്, ലീഡർഷിപ്പ് ക്വാളിറ്റി താങ്കളുടെ ഫ്യൂച്ചർ സ്പൗസിനുണ്ട്, സോൾമേറ്റിനുണ്ട് എന്ന്. അതുകൊണ്ട് അറിയപ്പെടുന്ന ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറോ നല്ലൊരു യൂട്യൂബറോ ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതോടൊപ്പം തന്നെ ആ ഒരു ആക്ടിങ് ഫീൽഡിൽ ഒരു ആക്ടർ ആവാനുള്ള സാധ്യതയും ഇവിടെ കാണുന്നുണ്ട് വിത്ത് ദി സ്റ്റാർ കാർഡ്. ഓക്കെ, നെയിമിൻ്റെ, ഫെയിമിൻ്റെ, പോപ്പുലാരിറ്റിയുടെ എനർജി ഇവിടെ സ്ട്രോങ് ആയിട്ട് ലഭിക്കുന്നുണ്ട്. താങ്കളുടെ ഫ്യൂച്ചർ സ്പൗസിൻ്റെയും സോൾമേറ്റിൻ്റെയും വോയിസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ള ആ ഒരു എനർജിയും ഇവിടെ സ്ട്രോങ് ആയിട്ട് ലഭിക്കുന്നുണ്ട്. മേ ബി താങ്കളുടെ ഫ്യൂച്ചർ സ്പൗസ് മ്യൂസീഷ്യൻ ആയിരിക്കാം. മ്യൂസിക്കിൻ്റെ, ശബ്ദത്തിൻ്റെ ആ ഒരു എനർജിയും ഇവിടെ സ്ട്രോങ് ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. താങ്കളുടെ ഫ്യൂച്ചർ സ്പൗസ് വളരെ ഹാർഡ് വർക്കിങ്ങുമാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഈ ഒരു വ്യക്തി എപ്പോഴും ആക്റ്റീവായിട്ടിരിക്കാനാണ്, ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടിരിക്കാനാണ് ഇഷ്ടപ്പെടുന്നത് എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു എനർജിയാണ് നമുക്കിവിടെയും ബോട്ടം ഓഫ് ദി ഡെക്കിലും കാണാൻ സാധിക്കുന്നത്. 8 ഓഫ് പെൻറ്റിക്കിൾ, ഹാർഡ് വർക്കിൻ്റെ എനർജി, തൻ്റെ കഴിവിനെ കൂടുതൽ പരിപോഷിപ്പിക്കുക, ആ ഒരു റോഡ് ടു പോളിഷ്, ആ ഒരു എനർജി, ഉള്ള കഴിവിനെ എത്രത്തോളം പോളിഷ് ചെയ്യാൻ സാധിക്കുമോ അത്രത്തോളം പോളിഷ് ചെയ്യുക, ഹാർഡ് വർക്ക് ചെയ്യുക. ആ ഒരു ഹാർഡ് വർക്കിലൂടെ മണി എനർജി ക്രിയേറ്റ് ചെയ്യുക. ആ ഒരു എനർജിയിലാണ് താങ്കളുടെ ഫ്യൂച്ചർ സ്പൗസ്, താങ്കളുടെ സോൾമേറ്റ് ഇരിക്കുന്നത്. ഹാർഡ് വർക്കറാണ്. അതോടൊപ്പം തന്നെ താങ്കളുടെ ഫ്യൂച്ചർ സ്പൗസ് ഫിസിക്കലി വളരെ സ്ട്രോങ് ആണ് എന്നുള്ള ആ ഒരു മെസ്സേജും എനിക്കിവിടെ ലഭിക്കുന്നുണ്ട്. ഇവിടെ ഈ ഒരു ഫിഗറിനെ നോക്കുകയാണെങ്കിൽ 10 വാണ്ടും ഒരുമിച്ച് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്, ഒരുമിച്ച് എടുത്തുകൊണ്ട് പോകുന്നത് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഈ 10 വാണ്ടും ഒരുമിച്ച് കൊണ്ടുപോകണമെങ്കിൽ ആ വ്യക്തി ഫിസിക്കലി സ്ട്രോങ് ആയിരിക്കണം. ഫിസിക്കലി സ്ട്രോങ് ആയിരിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ എല്ലാം കൂടെ ഒരുമിച്ചെടുത്തുകൊണ്ട് പോകാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ എനിക്ക് താങ്കളുടെ ഫ്യൂച്ചർ സ്പൗസിൻ്റെ ഒരു ഫിസിക്കൽ സ്ട്രെങ്ത് ആണ് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു കാർഡിൽ നിന്നും താങ്കളുടെ ഫ്യൂച്ചർ സ്പൗസ് ഫിസിക്കലി വളരെ സ്ട്രോങ് ആണ് എന്നുള്ള മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത്. ഇവിടെ ഡെവിൾ കാർഡിൽ താങ്കൾ ഒരുപക്ഷെ ഡെവിൾ കാർഡ് കണ്ടിട്ട് പേടിയോടെ ആയിരിക്കും നോക്കിയിട്ടുണ്ടാകുക. മീൻസ് ഡെവിളിൻ്റെ ആ ഒരു അർത്ഥം നോക്കുമ്പം രാക്ഷസൻ, ചെകുത്താൻ, ആ ഒരു എനർജിയാണ് വന്നിരിക്കുന്നത്. സത്യത്തിൽ ഡെവിൾ കാർഡിൻ്റെ എനർജി നമ്മുടെ 3D വേൾഡിൻ്റെ ആ ഒരു എനർജിയാണ് ഡെവിൾ കാർഡിൻ്റേത്, മായയുടെ എനർജി.
അതായത് മെറ്റീരിയൽ വേൾഡിൻ്റെ, നമ്മളിപ്പം ഈ ഒരു ഭൂമിയിൽ എന്തൊക്കെ എക്സ്പീരിയൻസിലൂടെയാണോ കടന്നു പോകുന്നത്, ആ ഒരു എക്സ്പീരിയൻസിൻ്റെ ആ ഒരു എനർജിയാണ് നമുക്ക് ഈ ഒരു കാർഡിൽ കാണാൻ സാധിക്കുന്നത്. താങ്കളുടെ ഫ്യൂച്ചർ സ്പൗസിന് ഈ മെറ്റീരിയൽ വേൾഡിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ആ ഒരു എനർജീസ് എല്ലാം എൻജോയ് ചെയ്യുന്നത് വളരെ ഇഷ്ടമുള്ള കാര്യമാണ് എന്നാണ് ഈ ഒരു കാർഡിൽ നിന്നും എനിക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് നല്ല നല്ല ഫുഡ് ട്രൈ ചെയ്യുക, നല്ല നല്ല മൂവീസ് വാച്ച് ചെയ്യുക, പുതിയ പുതിയ മൂവീസ് ഇറങ്ങുമ്പോൾ അത് തിയേറ്ററിൽ പോയി വാച്ച് ചെയ്യുക, ഫ്രണ്ട്സുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുക, എൻജോയ് ചെയ്യുക, ഫ്രണ്ട്സുമായിട്ട് ഔട്ടിങ്ങിന് പോവുക, പാർട്ടിക്ക് പോവുക, അതോടൊപ്പം തന്നെ തൻ്റെ പാർട്ട്ണറുമായിട്ട് ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുക. ഞാനിവിടെ എക്സാമ്പിൾസ് ആണ് പറയുന്നത്. ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ, ഇത്തരത്തിലുള്ള എൻജോയ്മെൻ്റൊക്കെ താങ്കളുടെ ഫ്യൂച്ചർ സ്പൗസിന്, താങ്കളുടെ സോൾമേറ്റിന് വളരെ ഇഷ്ടമുള്ള കാര്യമാണ് എന്നുള്ള ആ ഒരു എനർജി ഇവിടെ ഡെവിൾ കാർഡിൽ നിന്നും സ്ട്രോങ് ആയിട്ട് ലഭിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ബ്രാൻഡഡ് ആയിട്ടുള്ള ലക്ഷൂറിയസ് ആയിട്ടുള്ള വസ്തുക്കളൊക്കെ തൻ്റെ ലൈഫിൽ ആഡ് ചെയ്യുന്നതും വളരെ ഇഷ്ടമുള്ള കാര്യമാണ്. ആ ഒരു എനർജിയും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, പൽ നമ്പർ 2, ഇത്രയൊക്കെ മെസ്സേജസ് ആണ് താങ്കളുടെ റീഡിങ്ങിൽ നിന്നും എനിക്ക് താങ്കളുടെ ഫ്യൂച്ചർ സ്പൗസിനെ പറ്റി, താങ്കളുടെ ഫ്യൂച്ചർ സോൾമേറ്റിനെ പറ്റി ചാനൽ ചെയ്യാൻ സാധിച്ചിട്ടുള്ളത്. താങ്കൾക്ക് ഈ ഒരു റീഡിംഗ് ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ താങ്കളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. പുതിയൊരു റീഡിങ്ങുമായി കാണുന്നവരേക്കും ബൈ.